രാജ്യത്തെ പെൺകുട്ടികളുടെ ഉന്നമനത്തിനായി കേന്ദ്ര സർക്കാർ രൂപകൽപ്പന ചെയ്ത പദ്ധതികളിൽ ഒന്നാണ് സുകന്യ സമൃദ്ധി യോജന അഥവാ SSY. 2015 ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണിത്. 10 വയസ്സിന് താഴെയുള്ള പെൺകുട്ടിയുടെ പേരിൽ അവരുടെ രക്ഷിതാക്കൾക്ക് സുകന്യ സമൃദ്ധി യോജന പദ്ധതി ആരംഭിക്കാം. ഒരു പെൺകുട്ടിയുടെ പേരിൽ ഒരൊറ്റ അക്കൗണ്ട് മാത്രമേ അനുവദിക്കുകയുള്ളൂ. ഒരു രക്ഷിതാവിന് അവരുടെ 2 പെൺകുട്ടികൾക്ക് മാത്രമാകും അക്കൗണ്ട് ആരംഭിക്കാൻ സാധിക്കുക. അതായത് 3 പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്ക് 2 പേരുടെ പേരിൽ മാത്രമേ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കൂ. ബാങ്കുകൾ മുഖേനയോ പോസ്റ്റ് ഓഫീസുകളിൽ നിന്നോ സുകന്യ സമൃദ്ധി യോജനയിൽ ചേരാൻ സാധിക്കും. പെൺകുട്ടിയാണ് ജനിച്ചതെങ്കിൽ അപ്പോൾ മുതൽ തന്നെ സുകന്യ സമൃദ്ധി യോജന അക്കൗണ്ടിൽ തുറക്കാനാകും. അങ്ങനെ വരുമ്പോൾ മകളുടെ പേരിൽ 15 വർഷത്തേക്ക് നിക്ഷേപിക്കാൻ സാധിക്കും. കാരണം സുകന്യ സമൃദ്ധി യോജന അക്കൗണ്ടിൽ പെൺകുട്ടിക്ക് 14 വയസ്സ് തികയുന്നത് വരെയാണ് നിക്ഷേപിക്കാൻ സാധിക്കുക. പെൺകുട്ടിക്ക് 18 വയസ്സാകുമ്പോൾ മെച്യൂരിറ്റി തുകയുടെ 50% പിൻവലിക്കാം. ബാക്കിയുള്ള തുക പെൺകുട്ടിക്ക് 21 വയസ്സാകുമ്പോൾ പിൻവലിക്കാം. സാമ്പത്തിക വർഷത്തിൽ കുറഞ്ഞത് 250 രൂപയും പരമാവധി 1.5 ലക്ഷം രൂപയും പദ്ധതിയിൽ നിക്ഷേപിക്കാം. പെൺകുട്ടിക്ക് 18 വയസ്സ് തികയുമ്പോൾ അക്കൗണ്ടിന്റെ ഉടമസ്ഥാവകാശം നേടാമെന്നതും ശ്രദ്ധേയമാണ്. ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ 80C പ്രകാരം സുകന്യ സമൃദ്ധി യോജന പദ്ധതി നികുതി ഇളവ് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.